മുഖ്യമന്ത്രി പറഞ്ഞ സത്യമല്ലേ? ഈ മുസ്ലിങ്ങളെ വളക്കടത്ത് നടത്താം, അത് പറയാൻ പാടില്ല. പറഞ്ഞ മൂക്കിലോട്ട് ഇടുവോ? ഇവന്മാർ ഊളം പ്രതിപക്ഷം കേരള സംസ്ഥാനം കണ്ടിട്ടുണ്ടോ? ഊളന്മാരുടെ കൂട്ടം. ആരെ വാദം വർത്താൻ പറയാനുള്ള ഒരുത്തൻ മുഖ്യമന്ത്രി വല്ലപ്പോഴും സത്യം പറയാനുള്ളൂ. അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ കറക്കപ്പെടുന്നില്ലെന്ന് ഞാൻ ഒക്കെ പറയാ. ഒന്നിനു പുറകെ ഒന്നായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ ചില മോശപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടിയും PV അൻവറുമെല്ലാം ഉന്നയിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളൊന്നും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാത്തത് കൊണ്ട് ഭൂരിപക്ഷത്തിനെ ചേർത്ത് നിർത്തുക എന്ന തന്ത്രപരമായ നീക്കത്തിലേക്ക് കടക്കുകയാണ് CPM എന്ന ആരോപണവും എതിർകക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം കോൺഗ്രസിനെ അനുകൂലിച്ച് മുൻപോട്ട് വന്ന ന്യൂനപക്ഷങ്ങൾ ആ ന്യൂനപക്ഷങ്ങളെ തിരികെ കൊണ്ടുവരിക എന്ന ഉദ്ദേശ ലക്ഷ്യത്തെക്കാൾ അപ്പുറത്തേക്ക് തങ്ങളുടെ കോട്ടക്കുത്തളങ്ങളായിരുന്ന SNDP, KPMS പോലെയുള്ള സമുദായങ്ങളുടെ വോട്ടുകൾ, ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ, അവ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുന്ന രീതിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ചരിത്രവും അത്തരത്തിലുള്ളതാണ് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നത് പണ്ടൊരിക്കൽ VS അച്യുതാനന്ദൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിൽ വിജയം കൈവരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കോപ്പിയടിക്കുന്നവരാണ് എന്ന് പറഞ്ഞ ആ സംഭാഷണ ശകലമാണ് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം ഇക്കഴിഞ്ഞ SSLC +1 +2 പരീക്ഷകളിൽ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് സീറ്റ് നൽകാത്തതിലും വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ ദി ഹിന്ദു എന്ന പത്രത്തിൽ അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്തും കുഴൽപ്പണവും വന്നു പോകുന്നത് എന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നു. അത് കേവലം മലപ്പുറത്തെ മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മലപ്പുറം ജില്ലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന ആരോപണം ശക്തിപ്പെടുത്തുന്നുണ്ട് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ PC ജോർജുമായി M5 ന്യൂസ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. പറയുന്നുണ്ടോ? ശരിയല്ലേ? പറഞ്ഞത് ശരിയാണല്ലോ. പിന്നെ കുഴപ്പം ഈ മുസ്ലിം മതത്തെ അപമാനിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് കയറുന്ന കാര്യം ഞാൻ ചോദിക്കുന്ന കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യം നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ 60% കേരളത്തിലാണ്. അത് എവിടെയാണെന്ന് നോക്കുമ്പോഴോ 60% പ്രതികൾ 98% മലപ്പുറം ജില്ലയിലുള്ളവരാണ്. അതാരാണെന്ന് മുഴുവൻ മുസ്ലിം അല്ലാതെ അതിനകത്ത് ക്രിസ്ത്യാനി ഹിന്ദുവും വരുന്നില്ല. അത് സത്യം പറഞ്ഞ ഉടനെ അങ്ങനെ ഘോഷിക്കുന്നത് ഈ മുസ്ലിങ്ങളെ വളക്കടത്ത് നടത്താം, അത് പറയാൻ പാടില്ല. പറഞ്ഞ ഉടനെ മൂക്കിലോട്ട് ഇടുവോ? അങ്ങനെയൊന്നും മുഖ്യമന്ത്രി എതിർക്കുന്നത് ശരിയല്ലെന്ന് എന്റെ അഭിപ്രായം. മുഖ്യമന്ത്രി പറഞ്ഞ സത്യമല്ലേ? ഇവിടുത്തെ മുസ്ലിം സംഘടനകളെല്ലാം കൂടെ ഭീഷണിപ്പെടുത്തി, മുസ്ലിം ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി അങ്ങനെ കൊണ്ട് വിട്ടുവയ്ക്കാൻ നോക്കുകയാണ്. അങ്ങനെ പാവം അടുത്തിട്ട് വിട്ടുവൈ എന്ന് ഗതിയാണ്. കാരണം ഇപ്പൊ എല്ലാവരും കൂട്ടയാക്കണമല്ലേ അങ്ങോട്ട്. അങ്ങനെ കുറെ കട്ടുകൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ മകളും എല്ലാം കൂടെ കുറെ കട്ടിലുണ്ട്. താൻ ഇതെല്ലാം വെച്ചുകൊണ്ട് വന്ന് പുള്ളി ഒരു ഗതികേട്ടിലായിരിക്കുക. പക്ഷേ അങ്ങനെ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ അടിയറച്ച നിലപാട് സ്വീകരിച്ച് പറയുന്നു, ഈ കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനത്തിന് മുഴുവൻ SDP ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് നേതൃത്വം വളരെ അപകടകരമായ നിലയിലേക്ക് പോവാണ്. ഇത് ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റുന്നില്ല. ശക്തമായ ഇടപെടലുണ്ടാകണം, ശക്തമായ നടപടി സ്വീകരിക്കണം. മലപ്പുറത്തെ കള്ളക്കടത്തെല്ലാം പിടിച്ചാണ് ഇപ്പോൾ ഒരു MLA-ക്ക് വിഷമമായിരിക്കുന്നത്. അയാൾ പറഞ്ഞ പരാതി ശ്രദ്ധിച്ചില്ലായിരുന്നു. അയാളുടെ MLA-യുടെ പരാതി, അതായത് കസ്റ്റംസുകാർ കളിപ്പിച്ചു കൊണ്ടിരുന്ന സ്വർണം പോലീസുകാർ പിടിച്ചിട്ട് പകുതി എടുക്കുന്നുണ്ട്. പകുതിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ സർക്കാരിന്. ഈ അൻവർ MLA പറയുമ്പോ MLA ശ്രദ്ധിക്കണ്ടേ? കസ്റ്റംസിനെ കളിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്വർണം കടത്തുകാരൻ വരുന്നത് പോലീസ് പിടിക്കുന്നു. അതാണ് അൻവറിന്റെ വിഷമം. അൻവർ വിഷമം പിടിച്ചിട്ട് പകുതി അവർ മൂട്ടിക്കുന്നു, പകുതി സർക്കാരിന് കൊടുക്കുന്നു. പകുതി എങ്കിലും കിട്ടുന്നുണ്ടല്ലോ അവർ പിടിക്കുന്നുണ്ട്. അല്ല പകുതി മുഴുവൻ പോകണമായിരുന്നു. അൻവർ പറയുമ്പോൾ അൻവറിന്റെ ആവശ്യം കസ്റ്റംസുകാരെ കളിപ്പിച്ച് പുറത്തു വരുന്ന സ്വർണം പിടിക്കാൻ പാടില്ല, തീവ്രവാദി കൊടുക്കണം, മലപ്പുറത്തെ കൊള്ളസംഘത്തിന് അതിനുള്ള അനുവാദം കൊടുക്കണം. അപ്പോ അൻവറിന് തന്നെ അൻവറിന് നല്ല വീതം കിട്ടുന്നുണ്ടായിരുന്നു, പങ്കാളിത്തം പറ്റും പറയണ്ടേ അൻവർ. അത് പ്രതിപക്ഷം ഇതുപോലെ ഊളന്മാർ ലോകത്തുണ്ടോ? ഇതുമാതിരി ഊളം പ്രതിപക്ഷം കേരള സംസ്ഥാനം കണ്ടിട്ടുണ്ടോ? ഊളന്മാരുടെ കൂട്ടം. ആരെ വാദം വർത്താൻ പറയാനുള്ള ഒരുത്തൻ എവിടെയെങ്കിലും ഉണ്ടോ? കമ്പനി പറ്റുന്നതല്ലേ? ഒന്ന് ആലോചിച്ച് എന്തൊരു ദുഃഖകരമാണ്. എന്തൊരു ദുഃഖകരം എന്നാലോചിച്ച്. അപ്പോ അവിടെ പിണറായി വിജയൻ പറഞ്ഞ എന്നാ തെറ്റ് മുഖ്യമന്ത്രി മലപ്പുറത്തെ കേന്ദ്രീ മലപ്പുറത്താണ് തീവ്രവാദികൾ മുഴുവൻ, മലപ്പുറത്താണ് ഈ കള്ളക്കടത്തുകാർ മുഴുവൻ. അത് അതെടുത്ത് നോക്കുന്നേ.
സ്വർണ്ണക്കള്ളക്കടത്തിൽ പിടിച്ചിരിക്കുന്ന പ്രതികളിൽ അഡ്രസ് എടുത്ത മുഴുവൻ മലപ്പുറമാണ്. അവന് വരുന്നൊരു കാര്യമുണ്ടോ? മുസ്ലിമാണ് മുഴുവൻ. അതെന്താ അവിടെ വരുന്ന 1000 വരാത്ത ഈഴവും വരുന്നില്ലല്ലോ. അതെല്ലാം ഈ മുസ്ലിങ്ങളുടെ വരുന്ന മോശമല്ലേ? ആ ജില്ല മലപ്പുറം ജില്ലയിലെ ഈ വൃത്തികൾ മുഴുവൻ പറയാതിരിക്കാൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ കുടുംബത്വമില്ലാണോ? മലപ്പുറം ജില്ലയിൽ മുഴുവൻ മുസ്ലിങ്ങളൊന്നുമല്ല, മുസ്ലിം അല്ലാത്ത എത്ര ജനമുണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് മലപ്പുറം ജില്ലയിൽ. നിലമ്പൂരൊക്കെ എന്താ? ആ പറയുന്നതൊന്നും അർത്ഥമില്ല. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറയണ്ട. സത്യം പറയാം. മുഖ്യമന്ത്രി വല്ലപ്പോഴും സത്യം പറയാനുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞത് കറക്റ്റില്ലെന്ന് ഞാൻ ഒക്കെ പറയുക. ഞാനിവിടെ അനുകൂലിക്കുന്നില്ല. നടപടി ചെയ്യണം. പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടണം. അങ്ങനെയല്ല, മലപ്പുറത്ത് കൂടുതൽ പോലീസിനെ വിനിയോഗിക്കണം. ഈ കള്ളത്തിനകത്താണ് അനുവദിക്കാൻ പാടില്ല. അവനെ എല്ലാം പിടിച്ച് അകത്താക്കണം എന്ന് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് PC ജോർജ് പറയുന്നു. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? മലപ്പുറത്ത് നടക്കുന്നത് അത് തന്നെയാണ്. ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് PC ജോർജ് പറയുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. കഴിവുകെട്ട ഒരു പ്രതിപക്ഷമാണ് കേരളത്തിനുള്ളത് എന്ന ആരോപണം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിൽക്കുകയാണ് BJP നേതാവായ PC ജോർജ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒപ്പം ചേർക്കുന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തെ രൂക്ഷമായി അധിക്ഷേപിച്ചുകൊണ്ട് അകറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. കഴിഞ്ഞ കുറേ ആരോപണങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ നഖങ്ങളും വാക്കുകളും ഉപയോഗിച്ച് പ്രതിരോധിച്ചിരുന്ന PC ജോർജ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ചേർത്ത് നിർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞതിനെ 100% ശരിവെക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം PC ജോർജിനുള്ള ഈ ചുവടുമാറ്റത്തിനെ ഇനി ഏതു തരത്തിലാണ് രാഷ്ട്രീയ കേരളവും BJPയും CPM ഒക്കെ പരിഗണിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.